നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ് SCERT സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ 5ാമത്തെ ചാപ്റ്ററായ വരയ്ക്കാം വായിക്കാമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മാപ്പുകളെയൊക്കെ കുറിച്ചാണ് കേട്ടോ. മാപ്പുകൾ എങ്ങനെ വായിച്ചെടുക്കാം, അതിലെന്തൊക്കെ വിവരങ്ങൾ, അങ്ങനെ പലതരം മാപ്പുകൾ തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ആദ്യം ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് അജി. ഒപ്പം കുടുംബവും ഉണ്ട്. അവരുടെ പക്കലുള്ള ലേഔട്ട് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ലേഔട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം അല്ലേ. ഒരു റൗണ്ട് അബൌട്ട് തൃശ്ശൂര് വടക്കുംനാഥ ക്ഷേത്രം ആണ്. പിന്നെന്താണ്, പാലക്കാട് റോഡ്, MG റോഡ്, റെയിൽവേ സ്റ്റേഷൻ കാണാം, ബസ് സ്റ്റാൻഡ് കാണാം, പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് കാണാം, ഭക്ഷണശാല കാണാം, ഗവൺമെന്റ് HSS, അങ്ങനെ പല കാര്യങ്ങൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കലോത്സവ വേദിയുടെ ലേഔട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇവിടെ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിച്ച് സ്വരാജ് റൗണ്ടിന് സമീപമുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനടുത്താണ് അജിയും കുടുംബവും ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോ കലോത്സവ വേദിയുടെ ലേഔട്ടാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോൾ പുതിയ വീടോ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവ് കൂടി ഉൾപ്പെടുത്തണം. എന്നാൽ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല. ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായി നാം കണക്കാക്കുന്നത്. അപ്പോ വടക്ക് നോക്കിയന്ത്രവും കൊണ്ടും നമുക്ക് ദിശ കണ്ടെത്താൻ സാധിക്കും. മൊബൈൽ ആപ്പുകളും ഇപ്പോൾ നമുക്ക് ദിശ കണ്ടെത്താൻ സാധിക്കും, മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ചു. അപ്പോൾ വടക്ക് നോക്കിയന്ത്രം എന്താണ്? ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കിയന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഭൂപടത്തിലെ ദിശകൾ. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിന്റെ ചുവട് ഭാഗം തെക്ക് ദിശയെയും വലത് ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടത് ഭാഗം കിഴക്ക് ദിശയെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൂചകം തന്നിട്ടുണ്ട് കേട്ടോ, ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. വെസ്റ്റ്, സൗത്ത്, ഈസ്റ്റ്, നോർത്ത്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നം നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലോബ്, നമ്മുടെ ഗ്ലോബ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബുകളിൽ നെടുകെയുള്ള രേഖകൾ കാണും, കുറുകെയുള്ള രേഖകൾ കാണും. അപ്പോൾ നെടുകെ പോകുന്നതില് മധ്യഭാഗത്തായിട്ടൊരു രേഖയുണ്ട്. ആ രേഖയാണ് എന്ത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. വടക്കേ ഉത്തര അർദ്ധഗോളവും തെക്കേ അല്ലെങ്കിൽ ദക്ഷിണ അർദ്ധഗോളവുമായിട്ടാണ് ഇത് ഭാഗിക്കുന്നത്. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയുള്ള മറ്റ് രേഖകൾ നിരീക്ഷിക്കുക. ഇവയാണ് എന്ത്? അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് എന്ത്? ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായി മാറും. നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂപടമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലകളെല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഈ മാപ്പില്? നമുക്ക് ജില്ലാ അതിർത്തി കാണാൻ സാധിക്കും, സംസ്ഥാന അതിർത്തി കാണാൻ സാധിക്കും, പിന്നെ നദികൾ കാണാൻ സാധിക്കും, ദേശീയ പാതകൾ കാണാൻ സാധിക്കും, റെയിൽ പാതകൾ കാണാൻ സാധിക്കും, തലസ്ഥാനങ്ങള്, ജില്ലാ ആസ്ഥാനങ്ങള്, തുറമുഖം, വിമാനത്താവളം, സംസ്ഥാന പാതകൾ, ഇതെല്ലാം തന്നെ പല ചിഹ്നങ്ങൾ ഉപയോഗിച്ചോ നിറങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപടം തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടം നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിന്റെ ആസ്ഥാനം. ഇത് PSCയുടെ ഒരു സ്ഥിരം ചോദ്യമായിരുന്നു. അപ്പോൾ നമുക്കിപ്പോ ഇന്ത്യയുടെ ഒരു ഭൂപടം കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുറിപ്പ് നൽകിയിരിക്കുകയാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശം സ്വീകരിച്ച് മൺസൂൺ കാറ്റിന്റെ സഹായത്തോടുകൂടി 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടുകയുണ്ടായി. അപ്പൊ അദ്ദേഹം യൂറോപ്പിൽ നിന്ന് യാത്ര തിരിച്ച് ആഫ്രിക്ക ചുറ്റി ആണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയിലെ ഈ കരഭാഗം ഭൂഖണ്ഡങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് അല്ലെ ഭൂഖണ്ഡങ്ങൾ. അപ്പോൾ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. അപ്പൊ മറ്റ് ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, അന്റാർട്ടിക്ക എന്നിവയൊക്കെയാണ്. അപ്പോ ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണ നിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നു. നിത്യജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഭൂപട വായന അനിവാര്യമായ ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു വർക്ക്ഷീറ്റും കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയാണ് അല്ലെ? ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയയാണ് അല്ലെ? ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ഓക്കെ.